വീട് വീടാന്തരം കയറിയിറങ്ങി പ്രോഡക്റ്റ് വിൽക്കാനെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കൊന്ന് അമ്പലത്തിൽ പോയി ഒന്ന് കാണിക്കിട്ടിട്ട് തുടങ്ങാം. അല്ല കേറണ്ട, നമുക്കൊന്ന് കാണിക്കിട്ടാ മാത്രം മതി. ഈ പെൺകുട്ടിക്കൊപ്പം പ്രോഡക്റ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനത്തിനെത്തിയ പൊതുപ്രവർത്തകയ്ക്ക് കാര്യമായ പണി കാത്തിരിക്കുന്നുണ്ട്. മാഡം പൊതുപ്രവർത്തന രംഗത്താണല്ലേ? പൊതുപ്രവർത്തന ഒരു ബിസിനസ് സ്ഥാപനം ഇട്ടിട്ടുണ്ട്. മാഡം തന്നെ ഫുള്ള് നോക്കണേ അല്ലേ? ഞാൻ ആന്റിന്ന് വിളിച്ചോട്ടാ. മാഡം ഒന്ന് വിളിക്കണ്ട, അങ്ങോട്ട് പറയാൻ ആണോ? ആന്റിന്ന് വിളിച്ചാൽ ആന്റിന്ന് വിളിച്ച നമുക്ക് കാണാം ഇന്നത്തെ ത്രിൽ നിറഞ്ഞ ഓ മൈ ഗോഡ് പ്രാങ്ക് കഥ. ഇവരെയൊക്കെ ഒന്ന് കാണുക. മിണ്ടാതെ പോയി കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ പിന്നെ പരിചയപ്പെടുത്താനാണ്. അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. ഒരു 5 വീട് നിന്ന് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാനാണ് വന്നത്. എന്തെങ്കിലും ചെയ്താൽ ആ കുട്ടിക്ക് ഒരു ഇൻസെന്റീവ് കിട്ടും. എടുക്കണം, എന്തെങ്കിലും ചീപ്പോ എന്തെങ്കിലും എടുക്കണം. എല്ലാം കമ്പനിന്നാണ് വരുന്ന. കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വേണ്ടി വരുവാണ്. എന്ത് പ്രോഡക്റ്റ്? നമുക്ക് ഡിഷ് വാഷ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വാട്ടർ ബോട്ടിൽ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഇത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. വാട്ടർ ബോട്ടിൽ ഇവിടെ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ, നല്ല കളർ, കഴുത്തിലൊക്കെ ഇടാം കുഞ്ഞിന്. വില പറഞ്ഞു കൊടുക്കുന്നതിന്റെ 150 സാർ, 150. ഐശ്വര്യമായിട്ട് മാഡം തന്നെ വാങ്ങിച്ചു. മാഡത്തിന്റെ ഐശ്വര്യമാണ്. ആണോ? വളരെ താങ്ക് യു സർ. നമുക്ക് ഈ 2-3 വീട്ടിലും കൂടെ കയറിയിട്ട് മക്കളെ ഒരുപാട് സമയമായിപ്പോയെന്ന്. ഈ 2 വീട്ടിൽ കയറിയിട്ട് നമുക്ക് പോവാം. പൊന്നു പാറു ഇപ്പോഴാണ് വരുന്നേ. ഞാൻ എന്തോന്ന് ചെയ്ത് ബസ് കിട്ടണ്ടേ? ബസ്സില്ല, ഈ സാധനം എല്ലാം ചുമന്നുകൊണ്ട് ഞാൻ വരെയും വേണം. ചേച്ചി പുറത്ത് പോയിരിക്കുക. ചേച്ചി വരുന്നതിനും ഇതാരാണ്? ഇതെൻ്റെ ആൻറ്റി. ആൻറ്റി നമ്മളെ സഹായിക്കും. കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആൻറ്റി വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എതിർത്തല്ലോ, ആൻറ്റി കൂടെ ഉണ്ടല്ലോ, അതാണ്. ആൻറ്റി ഒന്ന് വരുമോ ആൻറ്റി ഇങ്ങോട്ട്? എന്താണ്? ഒരു കാര്യം പറയട്ടെ ആൻറ്റി, സീരിയസ് ആണ് കാര്യം. എന്താണ് ആൻറ്റി? വേറൊന്നുമല്ല, ഞാനും വിജയേട്ടനും തമ്മിൽ കുറേ വർഷമായിട്ട് പ്രേമത്തിലാണ്. അപ്പം ഞങ്ങൾക്ക് 2 വീട്ടുകാർ സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ എതിർപ്പാണ് ആൻറ്റി. എനിക്ക് ആകെ ഒരു ചേച്ചിയേ ഉള്ളൂ. ചേച്ചി സമ്മതിക്കുന്നില്ല. ഇവളുടെ വീട്ടിൽ എതിർപ്പാണ്. അപ്പോൾ ചേച്ചിയേ ഉള്ളൂ ഞങ്ങൾക്ക് ആകെപ്പാടൊരു ആശ്രയം. ഞങ്ങൾ ഇന്ന് 3:30-ക്കുള്ള ട്രെയിന് ചെന്നൈക്ക് പോവാ. അവിടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തൊരു 30 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാനാണ് പ്ലാൻ. ഇത് ഞാൻ ഇതിനു വേണ്ടി എടുത്ത ജോലിയാണ്. ഇതിനു വേണ്ടി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് വിടുന്നില്ല ആരും. തടവിലും കാര്യങ്ങളൊക്കെയാണ്, പഠിക്കാൻ പോലും. നീ വിഷമിക്കാതെ. നീ എൻ്റെ അടുത്ത് വന്നില്ലേ, നീ എന്തിനാ വിഷമിക്കുന്നത്? ചേച്ചി ഉണ്ടല്ലോ, ആൻറ്റി ഉണ്ടല്ലോ കൂടെ. ആൻറ്റി ഞങ്ങളെ സഹായിക്കും. എന്താ ചെയ്യേണ്ടത്? ഞങ്ങള് ചെന്നൈയിൽ പോകുന്നതിന് മുമ്പ് ആൻറ്റി ഞങ്ങളെ കല്യാണം നടത്തി തരണം. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് എത്തണം. ആൻറ്റി പ്ലീസ്, എങ്ങനെയെങ്കിലും കല്യാണം എന്തായാലും നടത്താൻ പറ്റില്ല മക്കളെ. ആൻറ്റി ചേച്ചി വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പ്ലീസ്. അത് ഇന്നെന്താ ചെയ്യാൻ? ആൻറ്റിയുടെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് അവിടെ താലി കെട്ടണം. ഇന്നെന്താ ചെയ്യാൻ പറ്റും? ഇന്നിനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ആൻറ്റിയുടെ കൂടെ ഒന്നുമില്ല. ആൻറ്റി വിചാരിച്ച കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻറ്റി അങ്ങനെ പറയരുത്. ഇവിടെയൊക്കെ എൻ്റെ അറിയുന്ന ആൾക്കാരാണ്, എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഇവിടെ ചുറ്റും. അങ്ങനെ അറിയൂല ആൻറ്റി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ആൻറ്റി പ്ലീസ്. കേട്ട് തുറന്നിട്ടേക്കുന്നു. ചേച്ചി വന്നിട്ട് നീ ഒരു കാര്യം ചെയ്യും. 2 വീട്, ഒരു 2-3 വീടുകളിൽ പൊക്കോ. പോയിട്ട് 2-3 വീടുകളിൽ കൂടെ പോയിട്ട്
നീ ഒരു കാര്യം ചെയ്യും, ഞാനിത് എനിക്ക് സ്ഥാപനത്തിൽ പോകാതിരിക്കാൻ പറ്റും. ആര്? പാറു എനിക്ക് എന്റെ ബിസിനസ്സാണ്, എനിക്ക് തള്ളിയിട്ട് വരാൻ പറ്റൂല. ഇല്ല മോളെ, എനിക്ക് പോയേ പറ്റൂ. ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നതാ. സാധനങ്ങൾ കൊണ്ടുവന്നതാ. ചേച്ചി ആര്? ഇതാര്? എന്റെ ആന്റിയാണ്. ആന്റിയാണ്. എന്തിനാണ് വിളിക്കട്ടെ, ഞാൻ പോവാണ്. അല്ല ചേച്ചി പ്ലീസ് കൈവിട്ട് പോലെ പ്ലീസ് പ്ലീസ് എന്താണ് കാര്യം? എന്താണ് കാര്യം? പറ. എന്ത് കാര്യം? ഈ കുട്ടിക്ക് ഈ ബിസിനസ് നടത്തി കൊടുക്കണമെന്ന്, എന്ത് ഈ ബിസിനസ്? കുട്ടിയുടെ കൂടെ ഈ ഒരു 5-6 വീട് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന്. ഇത് ആര്? ഇത് ആര്? ഇതാര്? ഇത് പാറു. ഏത് പാറു? ചേച്ചി ഒന്നും അറിഞ്ഞുകൂടാത്ത കൊടുത്തു. ഓ, ഫേസ്ബുക്കിലെ പാറു. മോളെ നില്ല്. അണ്ണാ, അണ്ണോ, ഇങ്ങോട്ട് വന്നാ ഒരു ഗസ്റ്റ് ഉണ്ട്. എന്തിനാണ് ചേച്ചി? ചേച്ചി എന്റെ ഇഷ്ടത്തിന് എന്തിനാണ് ഇതിരിക്കുന്നത്? മിണ്ടാതിരിടാ. നിക്ക് എന്നെ ഈ കുട്ടിക്ക് അണ്ണാ വന്നാ വേഗം ആന്റി 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 ഞങ്ങൾ മരിക്കേണ്ടി വരും ആന്റി പ്ലീസ് ആന്റി കാല് പിടിക്കാൻ ആന്റി പ്ലീസ് എന്റെ കാര്യം പിടിക്കണ്ട. എനിക്ക് ഞങ്ങളൊരു മോളുള്ളതാണ്. എന്റെ മോൾ അങ്ങനെ നടക്കുന്ന കുട്ടിയല്ല. ആന്റി ആന്റി പരസ്പരം സ്നേഹിക്കുന്ന കുറ്റമാണോ ആന്റി? അത് ഞാൻ പറയില്ല, ആണെന്ന് പറയില്ല. പക്ഷെ അതല്ലല്ലോ ശരി. നിങ്ങൾ പറഞ്ഞു പറ്റിക്കായിരുന്നില്ലേ? അണ്ണൻ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നില്ലേ? ഒന്നുമില്ല ഒരു സെക്കൻഡ്, ആന്റി ഞാൻ പ്രശ്നം ഉണ്ടാക്കല്ല എനിക്ക് കേക്കണ്ട. ഇയാൾ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു. ഇല്ല അവള് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ ആന്റി ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ നില്ല് നിർത്ത്. എന്തേരാണ് കാര്യം? പറ. എന്റെ കൂടെ ഒരു പയ്യൻ, എന്റെ ബന്ധു പയ്യൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ എന്തോന്ന് സ്ഥാപനത്തിന്റെ പേര് എന്തോ പറഞ്ഞു? എല്ലാം കമ്പനിയുടെ കുറെ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ ഇവിടെ ഈ സ്ഥലത്ത് ഇന്ന് തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. ഒരു 3-4 വീടുകളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നപ്പോ ഇയാൾ ചോദിക്കുന്നുണ്ട്, പാറു നീ ഇപ്പോഴാ വരുന്നതെന്ന് എന്തോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇവര് തമ്മിൽ അറിയോ? നേരത്തെ അറിയാമോ ഈ കുട്ടിയെ? നേരത്തെ അറിയാമോ? അണ്ണാ, ഇതാണില്ല ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് 24 മണിക്കൂർ അവനെ വിളിച്ച് കുണുണ രാത്രിയില് ഞാൻ വെച്ച് എലിയാണ്ട് എനിക്ക് അവളെ വേണം. ഇവിടെ മൂലമ്പളേര തറവാട്ടിന്റെ എല്ലാ പേരും കളഞ്ഞ് നിനക്ക് അവളെ വേണോ? അവളെ വേണോ? നിങ്ങളൊക്കെ ആന്റിക്ക് മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. ആന്റി മാത്രമേ ഞങ്ങളുടെ കൂടെ. ഓച്ചറയാണ് വീടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളാരും വേണ്ട. നിനക്ക് ഇപ്പൊ കണ്ട ആന്റിയും വേണം, ഇവളും വേണം. ഈ കുട്ടിയെ ഇപ്പൊ കാണുന്നേ ഉള്ളു, പിന്നെ എങ്ങനെ എന്റെ ബന്ധമാവും? പിന്നെ ആന്റി എന്നല്ലേ പറയുന്നേ? അവളെ ആന്റിന്ന് വിളിച്ചത്. കയറി വരാൻ ഒരു കാര്യമുണ്ട്. നിന്നെയൊക്കെ ഇങ്ങനെയും വിട്ടേക്കണല്ലോ. നിങ്ങൾ അതെടുക്കാൻ പറ്റും. എന്താ കാര്യം എന്ന് പറയും? നിങ്ങൾ എനിക്ക് ഒരു കാര്യം അടിച്ചു. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം. എന്തിനാ? പ്ലീസ് ആന്റി പ്രശ്നം ഉണ്ടാക്കല്ലേ ആന്റി. യാതൊരു ബന്ധമില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രോഡക്റ്റിന്റെ ആള് വരട്ടെ ഇവിടെ. ഏത് പ്രോഡക്റ്റിന്റെ? എന്തിനാണ് ചേച്ചി കാര്യം? പറ. അത് ഈ കൊച്ചു പറയട്ടെ. ചേച്ചി പറ. എനിക്ക് ചേച്ചിയിലെന്ന് പറഞ്ഞാൽ മതി. ഒരു സാറ് വിളിക്കണുണ്ട്. ഇവള് പറഞ്ഞ സാറാണ്. ആരാണെന്ന് എനിക്ക് ആരുടെ അത്? ആര്? സാറ് തന്നെ. ഏത് സാർ? അപ്പൊ ഇതാര്? ഇത് നിന്റെ ആര്? ആന്റി കണ്ട കഥ കണ്ട. ഇപ്പൊ നിങ്ങൾ അപ്പൊ എന്റെ അടുത്ത കള്ളം പറഞ്ഞാ? നിങ്ങള് എന്താണ്? ഞാനൊരു എന്ത് ബന്ധമുണ്ട്? നീ എവിടെ ഉള്ളത്? ഇത് നിന്റെ ആരെന്നാണ് ചോദിച്ചത്? ചേച്ചി കൊണ്ട് കയറിയില്ല. ചേച്ചി കൊണ്ട് ഇത് നിന്റെ ആര്? ആന്റി കണ്ട മൂലമിളാകം കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാമോ? അപ്പൊ ഈ കുടുംബത്തിൽപ്പെട്ട ഈ ചെറുക്കനെ ഈ പെണ്ണ് കറി ഇത് വെട്ടിമാറ്റിയ കേസല്ലേ ഫേസ്ബുക്കിലെ? വെട്ടിമാറ്റി. അപ്പൊ നിങ്ങളായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ ആരെ വിളിക്കണം? നിങ്ങൾ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഞങ്ങളെ വിളിച്ചോളാം. നിങ്ങൾ വിളിക്കണ്ട. ചേച്ചി ആദ്യം കയറ്റുന്ന ഇങ്ങോട്ട് മാറി. നാണക്കേടാണ് ചേച്ചി. ഇവിടെ ഇരിക്കാം. നീ ഇന്ന് 30 ദിവസത്തേക്ക് എവിടെ കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞത് എവിടെയും കൊണ്ടാ?
ഞങ്ങൾക്ക് ചെന്നൈ പോകാനായിരുന്നു. എന്തേന്ന് കോച്ചിങ്ങാണ് എവിടെ കൊണ്ടാ കോച്ചിങ് എനക്ക് എവക്ക് കൊടുക്കണം വാവ ഒന്നും ചെയ്യരുത്. നിക്ക് അന്തസ്സായിട്ട് നീ ഇവിടെ പറയാത്തത് നിന്റെ വീട്ടിൽ പറയാത്തത് ഇവിടെ പറഞ്ഞിട്ട് ആരും സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ടല്ലേ ആന്റിയെ വിളിച്ചത്. ആന്റിയല്ലേ ഞങ്ങളെ കൂട്ടിന് വന്നത്. ആന്റിയല്ലേ കൂട്ടിന് വന്നേ. ഇവിടെ വന്നപ്പോ നീ എന്താടി പറഞ്ഞത്? നീ എന്തടി എന്റെ 11 രൂപയും തന്നിട്ട് എന്റെ കൂടെ പറയണ ആന്റി ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ച് ഈ ബിസിനസ് എല്ലാം നടക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാ 11 രൂപ എന്റെ തന്നിട്ട് പറയണ എന്തോന്നടി പെണ്ണെ നീ അങ്ങനല്ല. കൊള്ളാലോടി അവളെ കല്യാണം നടത്തി കൊടുക്കാൻ ആന്റി എല്ലാത്തിനും കൂട്ടിയിരിക്കാന്ന് പറഞ്ഞ എന്റെ അടുത്ത്. മഹാദേവനാണ് നിങ്ങൾ എന്തിന് കള്ളാണ് എന്തിനാ ഒരു മോള് സത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ല. ഇപ്പൊ താലി തന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് കല്യാണം കഴിക്കാതിരുന്നതാണ്. വാവ ചെയ്യല്ലേ. പ്ലീസ് നിനക്ക് എന്നെ എവിടെ എന്റെ ആന്റിയാണ്. കണ്ട ആന്റിയാണ് കണ്ട ഞാൻ ചീത്ത വിളിക്കുന്ന ആണുങ്ങൾ നിങ്ങൾ വിളിച്ചോ നിങ്ങൾ പറഞ്ഞു അതേ ഇത്രയും ഒരു പറ്റിപ്പോട്ടെങ്കിൽ എന്റെ മോളാണ് സത്യം. എനിക്ക് ഒരേ ഒരു മോളുണ്ട്, ജാതകം കൂടെ കഴിഞ്ഞ് നിൽക്കുന്ന എന്റെ ഒരു മോള് സത്യം. എന്റെ ദേവി സത്യം. എനിക്ക് ഈ കുട്ടിയെ ഇവിടെ വെച്ച് ഞാൻ ഈ പരിചയപ്പെടുത്തണം, അല്ല അറിഞ്ഞൂടാ. പക്ഷെ അവള് പറയുന്നു സ്വന്തം ആന്റി. അപ്പൊ ഞങ്ങൾ ഏത് വിശ്വസിക്കണം? നിങ്ങൾക്കറിയില്ല ഇത് നിന്റെ സ്വന്തം ആന്റി തന്നെ. പറയണ ഒരിക്കൽ പറഞ്ഞു ഓച്ചറെന്ന്, ഒരിക്കൽ പറഞ്ഞ വഞ്ചൂരെന്ന്. നിങ്ങൾക്ക് എങ്ങനെ പറ്റിയ? നിങ്ങൾ പറയണ അനി പറഞ്ഞിട്ട് വന്നെന്ന്. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അനി വേലപ്പനെ വിളിക്കണേ വിളിച്ച് വരട്ടോട്ട്. ചേച്ചി ഏതനി വേലിപ്പൈ നീ അങ്ങനെ ഒരാളുണ്ടോ? നീ അങ്ങനെ ഒരാളുണ്ടോ? ഇതൊക്കെ കള്ളൊന്ന് രണ്ടുപേരും കൂടെ അറിഞ്ഞോണ്ടല്ലോ നമ്മളെ ചെറുക്കനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. നിങ്ങൾ പോവില്ല ഇവിടെ നിന്ന്. ഞാൻ വിളിക്കട്ടെ. നീ ജീവിതത്തിൽ രക്ഷപ്പെടൂല. ആന്റി നാമശേഷം എന്റെ ഉള്ളതാണ് ഞാൻ പറയാൻ പാടില്ലാത്തത് പറയണം. നീ ഇത്രയും കള്ളത്തരം പറഞ്ഞതിന് നീ നന്നാവൂല ഈ ജന്മം. തള്ളേര പ്രായമുള്ള എന്നെ നീ ബലിയാടാക്കില്ലോ. നിനക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു എന്നെ നിനക്ക് എത്ര വർഷമായിട്ട് അറിയാം? സത്യം പറഞ്ഞ എത്ര അടിയാണ് നിനക്ക്? എത്ര വർഷമായിട്ട് അറിയാം? 5 വർഷമായിട്ട്. കണ്ട ചേച്ചി 5 വർഷം കേട്ടല്ലോ. നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. അണ്ണ അങ്ങോട്ട് പറയും. എന്നെ ബലിയാടാക്കണ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് കയറിയില്ല. എന്തിന്റെ ബലിയാടാക്കണ നീ എന്നെ? ആന്റി പ്ലീസ് ആന്റി. ഞാൻ നെയ്യും എന്തൊരു ബന്ധം ഉണ്ടായിരുന്നിട്ട് നീ എന്നെ ഇപ്പൊ ബലിയാടാക്കിയ? ആന്റി പ്ലീസ് എങ്ങനെ? ആന്റി പ്ലീസ് ആന്റി, ഞങ്ങളെ ജീവിതം ഭയങ്കര പ്രശ്നം. ഈ എവിടെ കിടന്ന് അലവലാതി പെണ്ണിനെ കൊണ്ടുവന്ന് എന്നെ എന്തിനാ നീ ബലിയാടാക്കാൻ ഇവിടെ കൊണ്ടുവന്നത്? നീ എവിടെ നിൽക്കുന്നു? നീ എവിടെ നിൽക്കുന്നു? ആന്റി പ്ലീസ് ആന്റി. നീ ഉച്ചക്കടി നിന്നാ പറ്റില്ല. നീ ഇവിടെ ആന്റി പ്ലീസ് ആന്റി. ഈ ലാൻഡ് പേരെന്തോന്ന്? സുഗതൻ നഗർ, ജയചന്ദ്രൻ നഗർ. ജയചന്ദ്രൻ ആ കോവിലിൽ ഉണ്ടായിരടി. ആ തോട്ടന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ജയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഈ ഇവിടെ ഒരു പയ്യനായിട്ട് 10 വർഷമായിട്ട് സ്നേഹിച്ച് വച്ചിട്ട് അവന്റെ കൂടെ ഇന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ കണക്കാക്കി ഇവരിവിടുന്ന് നാട് വിടാൻ കണക്കാക്കി വന്ന പെണ്ണാണ്. അല്ല ബിസിനസിന് വന്നതല്ല. നീ എന്നെ എന്തിനാ നീ ഇവിടെ കൊണ്ടുവന്ന? ഈ 2 വീട് ഉദ്ഘാടനം ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് എനിക്കിപ്പോ ഇവിടെ ഇറങ്ങാൻ പാടില്ല. എന്നെ ഇവിടെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടി വെച്ചേക്കണം. എന്നെ ഇവിടെ പിടിച്ചിട്ട് ഞാൻ ഈ കുട്ടി പറയണ എന്നെ അവക്ക് 5 കൊല്ലം കൊണ്ട് അറിയാം, 10 കൊല്ലം കൊണ്ട് അറിയാന്ന് പറഞ്ഞ് അവൾ ആന്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ഇവിടെ അവരോടൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരെന്നെ എന്നെ മോശപ്പെടുത്തി വെച്ചേക്കണേ. ഇത്രയും പേരും വിലയും നിലയായിട്ട് ഞാൻ എന്തിനാ നീ ഇത്? ഞാൻ ഇവള് പറഞ്ഞു കൊടുക്കണേ എന്നെ. നീ പെട്ടെന്ന് ഇവിടെ വാ. ഞാനിപ്പൊ കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുക്കാൻ തരും. ആന്റി പ്ലീസ് ആന്റി അങ്ങനെ ചെയ്യല്ല ആന്റി പ്ലീസ് ആന്റി. പ്രശ്നം ഉണ്ടാക്കല്ല ആന്റി പ്ലീസ് ആന്റി. ആന്റി 2 ജീവിതം നശിക്കും ആന്റി. എന്റെ ജീവിതം എന്റെ ജീവിതം എനിക്കൊരു കൊച്ചുള്ളത് എന്റെ ജീവിതം നശിക്കണം അല്ലേ? എന്റെ കൊച്ചിന്റെ ജീവിതം നശിക്കണം. ആന്റി ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അതൊക്കെ സഹിച്ചുകൂടെ? അമ്മയുടെ സ്ഥാനത്തേക്ക് നിനക്ക് ഇവിടെ എന്റെ ചേച്ചി പോലും കൂടെ എന്റെ ചേച്ചിയുടെ കടമ. എനിക്ക് നിങ്ങൾ ആരും ബന്ധുക്കളും. ചേച്ചി ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഉദ്ഘാടനം ചെയ്യാനെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് നീ ഇതിനാണ് ഈ റൂട്ട് നീ എടുത്തതല്ലേ? നിനക്ക് പോണമായിരുന്നെങ്കിൽ നീ അന്തസ്സായിട്ട് നീ നിന്റെ വീട്ടുകാർ ഇവരും കൂടെ സഹകരിച്ചാണ് നടത്താത്ത. പറ്റൂലെങ്കിൽ നിനക്ക് എന്ത് കിട്ടാത്ത? നിനക്ക് ഒരു പാവപ്പെട്ട പയ്യനെ നിന്റെ വീട്ടുകാർ നോക്കി തരൂല്ലേ? നീ എന്തിനാ ഇങ്ങനെ ചതി ചെയ്യാൻ നടക്കണം? ഇഷ്ടപ്പെട്ടു പോയില്ല ആന്റി. ഇത്ര വർഷമായിട്ട് എന്നെ വലിയടാക്കിയതിനാണ് ഒരു പരിചയം ഇത് തലയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. അല്ല ആന്റിയാണ് 5 വർഷമായിട്ട് പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. വന്നതിന് ശേഷം ചേച്ചി ഇവിടെ അനങ്ങുള്ളൂ. ഞങ്ങളെ കുടുംബത്തെ തടവാടിന് ഇല്ലാതാക്കി. ഞാൻ ചോദിച്ചിട്ടെണ്ണ നിങ്ങൾ ഇത്രയും ഇത് നടന്നിട്ട് നിങ്ങൾ അത് വെട്ടി കീഴാട്ടം തരണ എന്തിനാണ് വച്ചേക്കണം? ഇങ്ങനെയുള്ള സാധനത്തിന് എന്തിനു വച്ചേക്കണത്? ചേച്ചി ഫോൺ പിള്ളേരല്ലേ അടിക്കേണ്ട.
സത്യം. പിള്ളേരെ അല്ലേ അടിക്കേണ്ട. ഇത്രയും പ്രായമുള്ള ഇത്രയും പ്രായമുള്ള നിങ്ങൾ പൊതു പ്രവർത്തകല്ലേ പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ കാണിച്ചത്? വളരെ മോശമായിട്ട് ഇവിടെ ഈ വീട്ടുകാർ ചിത്രീകരിക്കാണ്. പിന്നെ സത്യാവസ്ഥയല്ലേ ഞങ്ങൾ പറയുന്നത്? മോശമായിട്ടാ. നീ ബോസ് എന്ന് പറഞ്ഞ അവനെ കൂടെ ഞാൻ വിളിച്ചോണ്ടാ. ഏത് ബോക്സ്? എവളാ ബോസ് എന്ന് പറഞ്ഞേ? ബോക്സാ? അങ്ങനെ ആളുണ്ടാ? ഞാൻ ആരെ എവക്ക് പരിചയമുണ്ട്. എവള് പറഞ്ഞ എന്നെ 5 കൊല്ലം അറിയാന്ന് പറഞ്ഞപ്പോ അവരെന്നെ തെറ്റിദ്ധരിച്ച് വെച്ചൊക്കെയാണ്. എന്റെ കൊച്ചിന്റെ ഫ്യൂച്ചറാണ് പോണത് ഈ അലവലാതിക്ക് വേണ്ടി. നിങ്ങൾ അവരെ ആന്റി അല്ലേ? ആന്റി എന്നാ എന്നെ ഈ ബലികേടാക്കരുതായിരുന്നേ നീ. യവൻ ഈ പറയണതല്ലാതെ യവൻ വരൂലേ, യവൻ പ്രത്യക്ഷപ്പെടൂലേ ഈ അനിയും ബോക്സും? നമ്മളെ കൊണ്ടുവന്ന് ഈ കുരുക്കിലാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായി രക്ഷപ്പെടാൻ ഈ തറവാട്ടിൽ തന്നെ ചേച്ചി ഇത് ചെയ്തു തന്നല്ലേ ചേച്ചി? ദ്രോഹമായി പോയി, ദ്രോഹം. മന്നത്ത് പത്മനാഭൻ സത്യമായിട്ട് ഞാൻ എന്റെ മനസാവാതെ അറിഞ്ഞിട്ട് ഈ പെണ്ണിനെ ഞാൻ ഇപ്പൊ കാണുന്നതെന്ന് തന്നെടി അല്ല അവള് വീണ്ടും എന്നെ പറയണ നോക്കണ. ഇതിന് പ്രാന്തങ്കീനെ പറ്റി നല്ല ഊളം പറയലും കൊണ്ട് നീ വീണ്ടും ലാസ്റ്റ് ചോദിക്കാണ്. വരും. എന്റെ ബോസ് ഇപ്പൊ വരും. ഇല്ലാതെ ഇപ്പൊ തടിയും. ബോസും വരുമോ? ബോസും വരുമോ? ബോസ് വരും. ഇത് ചേച്ചി അവർക്ക് കൊടുത്തതാ? ഇല്ല ആണ്ടി ആന്റി തന്നു. മഹാദേവനാണ് ചേച്ചി. അപ്പൊ എല്ലാം തീരുമാനിച്ചല്ലേ ചേച്ചി വന്ന? ഇത് എന്തോന്ന് ഈ ചെയ്ത്? എന്തോന്ന് ഞാൻ ചോദിക്കുന്നത്? പറയണേ അവളൂടെ പറയണ. അതിനെടുത്ത് ആന്റി കൊടുറി. അപ്പൊ അറിഞ്ഞ എന്റെ അനിയൻ പറയണ എടുത്തു കൊടു എടുത്ത്. അപ്പൊ ഞാൻ എന്തരെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ ഈ താലി എടുത്ത് കൊണ്ടുവന്നാ കൊണ്ടുവന്നാര് എടുത്ത് കൊടുക്കാൻ യവൻ പറയണ അതിനടുത്ത് കൊടുക്കാൻ. അപ്പൊ ഞാൻ ചോദിക്കണ എന്തരെന്ന്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് എന്തൊരു പൊതി താലി ആരാ കയ്യിലിരുന്നത്? യവക്കെന്തര് കാല് വീഴടി പാറു. എന്റെ കാല് തൊടാനുള്ള യോഗ്യത നിനക്കില്ലടി. എന്റെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത. പ്ലീസ് ആന്റി അനുഗ്രഹിക്കും ഒരു അമ്മയുടെ സ്ഥാനത്ത്. എനിക്കൊരു മോളുണ്ട് അമ്മയുടെ സ്ഥാനം കൊടുക്കാൻ. എനിക്ക് വീട്ടിൽ കൊണ്ടുപോ. കൊണ്ടുപോയി നോക്ക്. ഇത്ര കൊണ്ടുപോയില്ലേ? ഞാന് കണ്ടം ഉണ്ടാക്കി കളയും. ജയിലിൽ പോയാലും കുഴപ്പമില്ല. നിന്നെ ഞാൻ ഇപ്പൊ കൊത്തി നുറുക്കിട്ടായി. ഒരു ബന്ധുവില്ലാത്ത ഞാൻ എന്റെ ബിസിനസ് അവിടെ ഇതായിട്ട് നിൽക്കണം. ഞാൻ അവിടെ നിന്ന് വിളിച്ചോണ്ടിരിക്കണേ. എനിക്ക് പോകാൻ പാടില്ല. നീ എന്നെ ഈ ചതിയിൽ കൊണ്ട് വീഴ്ത്തിയില്ല കുട്ടി. നീ നന്നാവൂല. മനസ്സ് നൊന്ത് മനസ്സ് നൊന്ത് മനസ്സ് നൊന്ത് ശബി. നീ ജന്മത്തിൽ വളർന്നു അനുഗ്രഹിക്കാൻ. നീ കാലേ വീട്. ആന്റി ചുമ്മാ പറയാ. ആന്റി ചുമ്മാ പറയാ. ആന്റി ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. ആന്റി ആന്റി അവൻ നിന്റെ ഇപ്പൊ നിങ്ങൾക്ക് തെളിയും ഞാൻ ആരാന്ന്. ഇപ്പൊ നിങ്ങൾ ഭരണ ആളുകൾ തെളിയിച്ചു തരും ആരാണ്. നിങ്ങൾ അതിനു മുമ്പ് എന്നെ തെറ്റിദ്ധരിക്കും. പക്ഷേ ഇത് തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപൊയ്ക്കോളണം വീട്ടില്. വീട്ടിൽ കേറ്റൂല ഇനി ആന്റി. ആന്റി കൊണ്ടുപോയില്ലെങ്കിൽ നീ ചെന്ന് ചാവ്. യവനാണ് എന്നെ അനിയണ്ണ ഈ കഥ 15ാമത്തെ വാരമാണ് ഇവിടെ ഓടുന്നത്. ആന്റി പ്ലീസ്. ആന്റി പ്ലീസ്. ആന്റി എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെ എനിക്കാരാ പിടിച്ച് വാട്ടണവനെ. എന്നിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞേ പ്ലീസ് ആന്റി. പ്ലീസ് ആന്റി. നീ എന്തിനാ എന്നെ ഇവിടെ വിളിച്ചോണ്ടേ? നീ എന്തിനാണ് വിളിച്ചോണ്ടത്? നീ എന്റെ ബോസിനെ വിളിടാ. ബോസിനെ വിളിക്കണം. ബോസിനെ വിളിക്കണം. പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നെ അവിടെ എന്റെ സ്ഥാപനം ഒരു കുന്തം ചേച്ചി. ഇത് സംഭവം ഇവരാ ഈ കൊച്ചിനെ ഉണ്ടല്ല ഇങ്ങോട്ട് വന്നില്ലേ? ഈ കൊച്ചിനെ ഇങ്ങോട്ട് വാ. ചേച്ചി ഇങ്ങോട്ട് വാ. ചേച്ചി ഈ കൊച്ചിനെ കൊച്ചിന്റെ ജീവിതം അവതാളത്തിലാക്കിയല്ല നീ. എന്താടാ നീ ഇങ്ങോട്ട് മാറിയില്ലേ? നീ എന്നെ വിളിച്ച് ഈ കുരുക്കി കൊണ്ട് നിട്ടല്ല നീന്ന്. എന്നെ ഒരു 2 വീട് ഒന്ന് ചേച്ചി പോയി ഒന്ന് ഉദ്ഘാടനം നടത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് വിളിച്ചേനെ നീ എന്നെ കൊണ്ടുവന്നത്. ഇതാണ് ഉദ്ഘാടനം. ചേച്ചി അപ്പൊ ഉദ്ഘാടനത്തിന് പോകുന്ന ആളാ? ഇത് ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാം കടകളും അപ്പൊ ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചത്. മനസ്സിലായ ചേച്ചി കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നേണ്. ഓഹോ അതാണ് സംഭവം. ചേച്ചി അത് പറയുന്നത് കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് പറഞ്ഞ പരിപാടിയില്ലേ?
ആ പരിപാടിയുടെ കൂടെ ചേച്ചിയും കൂടെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണെന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും എവളും അപ്പൊ അവിടെ നിന്ന് വന്നായിരിക്കും. അവിടുന്ന് വന്നത് എന്നെ അവിടെ തന്നെ വന്നത്. ചേച്ചി ഇത് മനസ്സിലായില്ല. അയ്യോ ചേച്ചിക്ക് കൗമുദി ഒന്നും ടിവിയിലെ മനസ്സിലായില്ല. ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ ഇല്ല ചേച്ചിക്കൊന്നും? കൗമുദി ടിവിയിലെ കൗമുദി ടിവി ചേച്ചി വന്നോ? പറഞ്ഞുതരാം വരി ചേച്ചി വരി കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. ഇതാ അങ്ങോട്ട് നോക്കി ചേച്ചി, അവിടെ ക്യാമറയുണ്ട്, ദാ അവിടെ നോക്ക്. ക്യാമറയുണ്ട്. അവിടെയും ക്യാമറയുണ്ട്, ഇതോ അകത്ത് ദാ ക്യാമറയുണ്ട്. ബാക്കിൽ ക്യാമറയുണ്ട്. ഇത് ഗിഫ്റ്റ് ചേച്ചിയെ പോലെ വലിയൊരു ആളിനെ നമ്മൾ സെലിബ്രേറ്റിയെ കൊണ്ടുവരണം എന്നുള്ള ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. നല്ല കുംഫു ഒക്കെ അറിയാം കേട്ടോ. എനിക്കൊരു പാട്ടീന്ന് പറഞ്ഞോണ്ടല്ലോ പറ അടിയായിരുന്നു. വിഷമിക്കല്ലേ, പോട്ടെ. എന്റെ അമ്മ എന്നെ, എനിക്ക് 23 വയസ്സ് തന്നെ. ഒരു ഉമ്മോട്. ആ അതെ ചേച്ചി തിരിച്ചൊരു ഉമ്മോട്, വയസ്സേ ഉള്ളൂ. തിരിച്ചൊരു ഉമ്മോട് ചേച്ചി. അപ്പൊ എന്റെ ആ, അതെ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൗമുദി ടിവിയുടെ ടെക്നിക്കൽ ഹെഡായ രാജീവിൻ്റെയും സൂര്യ ദമ്പതികളുടെ വീട്ടിലാണ്. ധ്രുവത് അതേ അടക്കം അതായത് നമ്മൾ ഈ എപ്പിസോഡ് പൂർത്തീകരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ചു. അതുപോലെ തന്നെ രാജീവിൻ്റെ ബന്ധുവായ പ്രദീപ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ആരെയെങ്കിലും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ പ്രാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9895451515. നമ്പർ ഒരിക്കൽ കൂടി 9895451515. കൂടാതെ മെയിൽ ഐ ഡി ഉണ്ട്. മെയിൽ ഐ ഡി ഏതാണ്? omgprankshow@gmail.com. അതെ, omgprankshow@gmail.com. ഇതിലൂടെ നിങ്ങൾക്ക് ആരെയാണോ പ്രാങ്ക് ചെയ്യേണ്ടത് ഞങ്ങൾ അറിയിക്കാം. ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. അതുപോലെ ചേച്ചി വളരെ നാട്ടിലെ പ്രശസ്തയാണ്, പാർട്ടി പ്രവർത്തകയാണ്, സാമൂഹിക പ്രവർത്തകയാണ്, സാംസ്കാരിക മേഖലയിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒരു വലിയൊരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേച്ചിക്ക് സ്നേഹസമ്മാനം, അതാണ് എൻ്റെ കറക്റ്റ് വാക്ക്, സ്നേഹസമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളുമായി ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് രാജീവിൻ്റെ വീട്ടിൽ എത്താൻ കഴിഞ്ഞത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി ആരായിരുന്നാലും അടിച്ചു പോകും. പക്ഷെ ഇങ്ങനെ അടിക്കല്ലേ, അടിന്ന് പറഞ്ഞ നിന്നുകൊണ്ട് തടുക്കാൻ സമയം തടുക്കാൻ എനിക്ക് പറ്റിയില്ല. ചേച്ചി ഇത് ഇടപെടാനുള്ള കാരണം എന്താണ്? അനിയലപ്പൻ വിളിച്ചു. എൻ്റെ കൂടെ പറഞ്ഞ ഒരു എല്ലാം കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ ഒരു കുട്ടി വരും, ഒരു 2-3 വീടൊന്ന് കാണിച്ചു കൊടുക്കണം, ചേച്ചി ആവുമ്പോഴത്തേക്ക് പരിചയമുള്ള സ്ഥലമൊക്കെ ആണല്ലോ, എല്ലാ സ്ഥലത്തും അറിയാമല്ലോ, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അല്ല, സാമൂഹ്യ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് വീഴുകയും ചെയ്തു അല്ലേ? അതാണ് പറ്റിയത്. ചേച്ചിയുടെ സുഹൃത്തുക്കളടക്കം തരുന്ന സ്നേഹസമ്മാനമായിട്ട് കരുതിയാൽ മതി. ആദ്യം തന്നെ കേരള കൗമുദിയുടെ ക്യാഷ് പ്രൈസ് വരെയാണ്. ആ സന്തോഷപൂർവ്വം സ്വീകരിക്കുക ചേച്ചി. താങ്ക് യു. തീർന്നിട്ടില്ല. മെൻസ് വേൾഡ് ബാലാമൂരം ആൻഡ് നെയ്യാറ്റിങ്ങനെ നൽകുന്ന സമ്മാനം, ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ പാറ്റൂർ റോഡ് വഞ്ചൂർ നൽകുന്ന സമ്മാനം, മങ്ങിയ കളർ വരെ പുതുമയുള്ളതാക്കുന്ന ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡ് 4+ സ്റ്റാർ ഷാംപൂ നൽകുന്ന സമ്മാനം, ഗുണവും മണവും മേന്മയുമുള്ള BB കായ നൽകുന്ന സമ്മാനം, ക്ലീൻസർ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം. ഇതിൽ 3 സൂത്രങ്ങളുണ്ട്, അത് ഉപയോഗിച്ച് തന്നെ മനസ്സിലാക്കണം. ഒന്നും കൂടെ ഉണ്ട് ചേച്ചി, ക്ലീൻസർ ഡിറ്റർജന്റ്. അപ്പോൾ പുതുമയുള്ള വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.